അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 20, 2020 അഹമ്മദാബാദിലെ തന്നെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയിരുന്നു ദ റോയൽ ഹോംസ് എന്ന് പറയുന്നത്. അവിടെ വലിയ വലിയ ബിസിനസ്സുകാർ, അതുപോലെ തന്നെ വലിയ വലിയ പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള ആളുകളായിരുന്നു താമസിച്ചിരുന്നത്. ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്, അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് അന്നേ ദിവസം ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് ആരോ അലറുന്ന ഒരു സൗണ്ട് ബാക്കിയുള്ള ആളുകൾ കേൾക്കുകയാണ്. ഒരു സ്ത്രീ അലമുറയിടുന്ന സൗണ്ട് ആയിരുന്നു അത്. ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് മുൻപ് കേട്ടിട്ടില്ല. കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ ആരും വരാനൊരു സാധ്യതയില്ല. എന്തെങ്കിലും അപകടം പറ്റിയതാണോ, എന്താണോ ഇഷ്യൂ എന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ട് അവിടെ പോയിട്ട് കോളിംഗ് ബെൽ അടിക്കാനായിട്ട് തുടങ്ങി, ഡോറ് നോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ആരും തന്നെ ഡോറ് ഓപ്പൺ ചെയ്തില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കരയുന്ന സൗണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അകത്ത് എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം തന്നെ പോലീസിനെ വിളിക്കാതെ ആ ഫ്ലാറ്റിൻ്റെ ഓണറായിട്ടുള്ള രാംനിവാസ് എന്ന് പറയുന്ന ആളെ വിളിക്കുകയാണ്. ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 കൊറോണയ്ക്കുള്ള ടൈമായിരുന്നു. രാംനിവാസ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊറോണ പോസിറ്റീവായിട്ട് അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. രാംനിവാസ് ആകപ്പാടെ ഞെട്ടിപ്പോയി. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു എന്ന് ചോദിച്ചുകൊണ്ട് ആൾ പറഞ്ഞു, ഇനി വേറെ ആരെയും വിളിക്കണ്ട, ഞാൻ എൻ്റെ മകനെ പറഞ്ഞു വിടാം, അവൻ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ മകനായിട്ടുള്ള ദീപകിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ഫ്ലാറ്റിലോട്ട് എത്താനായിട്ട് പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ ആ ഫ്ലാറ്റിൽ നിന്ന് ആരാണ് ഒച്ച വെച്ചത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ദീപകിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രാനൈറ്റിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫാമിലി ബിസിനസ്. അച്ഛനും മകനൊക്കെ ആയിരുന്നു ആ ബിസിനസ്സൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ആളങ്ങനെ ഷോപ്പിലിരിക്കുന്ന ടൈമിലായിരുന്നു അച്ഛൻ്റെ കോള് വരുന്നത്. അപ്പോൾ അച്ഛൻ കോവിഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പെട്ടെന്നുകൊണ്ട് ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ മകൻ പാനിക് ആവുകയാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾ ആ കോൾ എടുക്കുകയാണ്. കോൾ എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട്, ആകെ നിൻ്റെ അമ്മയും ഭാര്യയും മാത്രമല്ല അവിടെ ഉള്ളൂ, വേഗം ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതിലേറെ ആൾ പാനിക് ആവുകയാണ് ഉണ്ടായത്. ഈ ദീപകിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 മാസമേ ആയിട്ടുള്ളൂ. നികിത എന്നായിരുന്നു ആളുടെ വൈഫിൻ്റെ പേര്. അപ്പോൾ ആൾ നികിതയെ കോൾ ചെയ്യാണ്. നികിതയെ എത്ര വിളിച്ചിട്ടും നികിത ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അമ്മയെയും കോൾ ചെയ്തു, അമ്മയും എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആളുടെ ഭാര്യയുടെ പേര് നികിത എന്നായിരുന്നു. ഉടനെ തന്നെ നികിതയെ വിളിക്കുകയാണ്. നികിതയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ നികിതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ രാജസ്ഥാൻകാരിയാണ്. അതായത് ഗുജറാത്തിലായിരുന്നു ദീപകിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നത്. പിന്നീട് കാസ്റ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ ത്രൂ ആയിരുന്നു നികിതയുടെ ഒരു വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഇവർ കല്യാണം കഴിക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷം രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിൽ വന്ന് നികിത താമസിക്കായിരുന്നു. അങ്ങനെ നികിതയുടെ ഫോണിൽ കുറേ തവണ ട്രൈ ചെയ്തു. നികിത കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അമ്മയുടെ ഫോണിലും ഇയാൾ ട്രൈ ചെയ്യുകയാണ്. രേഖ അഗർവാൾ എന്നായിരുന്നു അമ്മയുടെ പേര്. അങ്ങനെ ആ ഫോണിലോട്ടും ഒരുപാടധികം ട്രൈ ചെയ്തു. ആ ഫോണും എടുക്കുന്നില്ല. അപ്പോൾ ആൾ അവിടെ നിന്ന് നേരെ ആ ഒരു ഫ്ലാറ്റ് ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. ആളുടെ ഗ്രാനൈറ്റിൻ്റെ ഷോപ്പിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം ട്രാവൽ ഉണ്ട് അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട്. ആൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കും നികിതയും രേഖയെയും മാറി മാറി വിളിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് നികിത കോൾ എടുക്കുകയാണ്. നികിത കോൾ എടുത്തപ്പോൾ ഇയാൾക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. എന്താണ് ഇത്ര നേരമായിട്ടും കോൾ എടുക്കാത്ത, എന്താണ് പറ്റിയത്, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്, അവിടെ എന്തോ ഒച്ച കിട്ടുമെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് 100 ചോദ്യം ആൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ നികിത പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല, ഞാൻ നമ്മളുടെ മുറിയിലാണ്, എന്നെ പുറത്തുനിന്ന് ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ്, അമ്മയുടെ സൗണ്ട് ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നിങ്ങളെന്തായാലും വേഗം വായോ, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നികിത പറയുന്നുണ്ടായിരുന്നത്. ആളങ്ങനെ ആ ഒരു കോള് കട്ട് ചെയ്ത് നേരെ ഫ്ലാറ്റിലോട്ട് എത്താണ്. അപ്പോഴത്തേനും അവിടെ ആളുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ആൾ ആ ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്ന് കയറ്റി ഡോറ് കുറേ തട്ടി, എന്നിട്ടും അകത്ത് നിന്ന് ആരും ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെയും നികിതയെ ഒരുപാട് തവണ കോളിൽ ട്രൈ ചെയ്യാണ്. നികിത ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതേപോലെ തന്നെ വീണ്ടും ഒരു തവണ കോൾ എടുത്തിട്ട് പറഞ്ഞു, എന്നെ ഇതേപോലെ തന്നെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല, എന്നെ ആരെങ്കിലും അകത്ത് വന്നു കഴിഞ്ഞിട്ട് ഡോറ് തുറന്നു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇവരുടെ ഫ്ലാറ്റ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഏണി കൊണ്ടുവരാണ്. അതിനുശേഷം കിച്ചൻ്റെ ആ ഒരു ബാൽക്കണി വഴി അകത്തോട്ട് കയറിയിട്ട് ആ ഒരു ഡോറ് പൊളിച്ച് ഇയാൾ അകത്തോട്ട് കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ ആളുകൾ അവിടെ താഴെ നിൽക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദീപക് ഇങ്ങനെ ഏണിയിലൂടെ കയറി കിച്ചൺ ഡോറ് പൊളിച്ച് അകത്ത് കടന്നപ്പോൾ ദീപക് അലമുറയിട്ട് കരയുന്നൊരു സൗണ്ടായിരുന്നു ആളുകൾ കേട്ടത്. ഉടനെ തന്നെ ദീപക് തൻ്റെ ഫോൺ എടുത്ത് തൻ്റെ ഗ്രാനൈറ്റ് ഷോപ്പിലത്തെ പാർട്ട്ണർക്ക് വിളിച്ചിട്ട് പോലീസിനോട് തൻ്റെ ഫ്ലാറ്റിലോട്ട് വരാനായിട്ട് പറയുകയായിരുന്നു. ദീപകിൻ്റെ ഈ ഒരു അലർച്ച കേട്ട് അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി അവരും പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇയാൾ കണ്ടൊരു കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ദേഹം പകുതി കരിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ എന്തോ ഇരുമ്പ് റോഡ് കൊണ്ട് ദേഹം മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തലയിലൊക്കെ അടിച്ചിട്ട് തല പൊളിഞ്ഞ് ഉള്ളിലുള്ളതൊക്കെ പുറത്തോട്ട് വരുന്ന രീതിക്ക് അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയായിരുന്നു.
അതിനുശേഷം തൻ്റെ ഭാര്യയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആളുടെ ബെഡ്റൂമിൻ്റെ അവിടോട്ട് പോയിട്ട് ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഡോറ് ഇതേപോലെ തന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടില്ല, ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ആൾ അകത്ത് കയറുമ്പോൾ ഈ നികിത അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വന്നല്ലോ എന്ന് പറഞ്ഞായിട്ട് ഒരു ആശ്വാസം കാണിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് നികിതയുടെ അടുത്ത്, ഈ ഡോറ് ലോക്കായിരുന്നില്ലല്ലോ, നീ എന്താണ് ലോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ടൊന്നും വരാതിരുന്നത്, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നികിത പറഞ്ഞു, ഇല്ല നിങ്ങൾ വന്നിട്ടല്ലേ തുറന്നത്, ഈ ഡോറ് ലോക്കായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം ആയപ്പോൾ ദീപകിന് ഭയങ്കര കൺഫ്യൂഷൻ വരികയാണ്, ഇനി ഇവളാണ് എന്തെങ്കിലും ചെയ്തത് എന്നുള്ളത്. ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും പോലീസുകാർ കൂടെ അങ്ങോട്ട് എത്തുകയാണ്. പോലീസുകാരെത്തിയിട്ട് ആദ്യം തന്നെ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുകയാണ്. അതായത് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് ആരെങ്കിലും വരുന്നതും പോകുന്നതിൻ്റെ ഒക്കെ CCTV വിഷ്വൽസ് എന്തായാലും ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് അത്രത്തോളം ഉണ്ട്, ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എൻക്വയറീസും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ CCTV വിഷ്വൽസും മറ്റുമൊക്കെ നോക്കി. എന്നാൽ ആരും തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നതിൻ്റെയോ പോയതിൻ്റെയോ യാതൊരു വിഷ്വൽസും അല്ലാന്നുണ്ടെങ്കിൽ തെളിവുകളും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പോലീസുകാർ നോക്കുമ്പോൾ ആകെപ്പാടെ 2 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൊല്ലപ്പെട്ട രേഖ അഗർവാളും പിന്നെ നികിത അഗർവാളും. അപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ദീപകിനെയും മറ്റുമൊക്കെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ദീപക് പറഞ്ഞു, അമ്മായിമ്മ മരുമകൾ അടി വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്, അതും ഇതൊക്കെ വൻ ഇഷ്യൂസാണ്. എന്നാലും എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെ കൊല്ലുമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല, അവളങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയില്ല എന്നുള്ളതൊക്കെ പറയുകയാണ്. ആ ഒരു ടൈമിൽ ഈ നികിത ഏകദേശം ഒരു 4-5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമൊക്കെ വന്നു. അപ്പോൾ ഇരുമ്പ് പൊടിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ അടിക്കാനായിട്ട് യൂസ് ചെയ്തു എന്ന് പറയുന്ന. അപ്പോൾ ബാക്കിയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു. അതേപോലെ തന്നെ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എന്താ പറയുക, ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് വരികയാണ്. അതുപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. ഈ സ്ത്രീയെ അടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു വന്നത്. അതുപോലെ തന്നെ ആ ഇരുമ്പ് റോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാണ്. അത് നോക്കുമ്പോൾ നികിതയുടെ ഫിംഗർ പ്രിൻറ്റ് തന്നെയായിരുന്നു. അതായത് നികിതയാണ് ആ ഒരു ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് ഈ ഒരു സ്ത്രീയെ അടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള സാഹചര്യ തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നികിതയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. പോലീസിന് മനസ്സിലായി നികിത തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇതിനൊരു കാരണം വേണമല്ലോ, മോട്ടീവ് വേണമല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ റീസൺ എന്നുള്ളത് നികിതയുടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ നികിത കഥ പറഞ്ഞു തുടങ്ങി. ആ വർഷം ജാനുവരിയിലായിരുന്നു ഈ നികിതയുടെയും അതുപോലെ തന്നെ ദീപകിൻ്റെയും വിവാഹം നടന്നത്. ദീപകിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളായി ആൾ ഇതേപോലെ തന്നെ പെണ്ണാലോചിക്കുന്നു. എന്നാൽ കല്യാണമൊന്നും തന്നെ സെറ്റാകുന്നുണ്ടായിരുന്നില്ല. അവസാനം എന്താ പറയുക, ഗുജറാത്തിൽ നിന്ന് പെണ്ണൊന്നും കിട്ടാതെ ലാസ്റ്റ് രാജസ്ഥാനിൽ ഇവരുടെ ഒരു റിലേറ്റീവ് ത്രൂ പോയി. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ റിലീജിയൻ കാസ്റ്റൊക്കെ സെയിം ആയി. അതേപോലെ തന്നെ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു നികിതയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് ആദ്യം പെണ്ണ് കാണാൻ പോയി, എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പിന്നീട് എൻഗേജ്മെൻറ്റ് നടന്നു. അതിനുശേഷം ഒരു അറേഞ്ച്ഡ് മാരേജ് നടക്കുകയാണ്. നികിത ഈ ഒരു ഫാമിലിയിലോട്ട് വന്ന് നോക്കുമ്പോൾ ഒക്കെ സെറ്റാണ്. കാരണം ഇവർക്ക് വലിയ ബിസിനസ്സുകാരാണ്, ഗ്രാനൈറ്റിൻ്റെ വലിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വീട്ടിൽ വേലക്കാരുണ്ട്. അതേപോലെ തന്നെ വലിയ അപ്പാർട്ട്മെൻറ്റാണ്, യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ അങ്ങ് ജീവിക്കാമെന്ന് ഇങ്ങനെ കരുതുമായിരുന്നു. എന്നാൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് 1 മാസം പോലും നീണ്ടു നിന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക, പ്രശ്നക്കാരി ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അമ്മയായിരുന്നു. അതായത് ഈ ദീപകിൻ്റെ അമ്മയായിരുന്നു. ദീപകിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയും തമ്മിൽ അടി പതിവായിരുന്നു. നികിത എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും രേഖകൾ പിടിക്കില്ല. അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എൻ്റെ മോന് ഇതല്ല ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വൻ കുറ്റപ്പെടുത്തലുകളായിരുന്നു. അപ്പോൾ തൻ്റെ അമ്മയമ്മ ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരിങ്ങനെ പോവാണ്. അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 4 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ നികിത പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഹാപ്പിയായി, ദീപക് ഹാപ്പിയായി, അതുപോലെ തന്നെ രാംനിവാസ് ഹാപ്പിയായി. എന്നാൽ ഈ രേഖയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വേറൊരു മുഖമായിരുന്നു കാണിച്ചത്. അതായത് നികിതയുടെ അടുത്ത് ചെന്നിട്ട് ആൾ ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണോ എന്നുള്ളതാണ്. അതായത് നീ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മായച്ചൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്, അടുത്തിടപഴകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത് ഞങ്ങളുടെ മകനെയല്ലേ, അല്ലാതെ എൻ്റെ ഭർത്താവിനൊന്നുമല്ലല്ലോ, സത്യം പറയുന്നത് ആരുടെ കുഞ്ഞാണ്, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്ത്രീ നികിതയോട് ചോദിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. നികിത ഈ കാര്യങ്ങൾ ദീപകിൻ്റെ അടുത്തും പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപക് അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ അടി തീർക്കാൻ പറ്റിയില്ല. അവസാനം വീട്ടിലത്തെ 2 പുരുഷന്മാരും ഇതിൽ വലിയ പേരായിട്ട് ഇടപെടാത്ത ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. ഇവർ തമ്മിൽ ഡെയിലി പ്രശ്നങ്ങളൊന്നും ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഒക്ടോബർ 20 എത്തുന്നത്. ആ ഒരു സമയത്തൊരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ രാംനിവാസ് കോവിഡായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരുപാട് ആവശ്യങ്ങളുള്ള കാരണം ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. രാവിലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി വൈകുന്നേരമാവും ഈ ദീപക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഇത്രയും സമയം ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിലേ ഇവർ തമ്മിൽ അടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സിറ്റുവേഷനിൽ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ അടിയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് എന്തിനും ഏതിനും കുറ്റം പറയുക, അപ്പോൾ അതിൻ്റെ പേരിൽ നികിതയും തിരിച്ചു പറയും. അപ്പോൾ ഇവർ തമ്മിൽ അതും ഇതും സംസാരം ഉണ്ടാവും. അന്നത്തെ ദിവസം അങ്ങനെ ഓരോരോ സംസാരം ഉണ്ടായി. പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചതായിട്ടാണ് പറയുന്നത്. അതായത് നിൻ്റെ വയറ്റിലുള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതായത് അത്രത്തോളം ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ട് നികിതക്ക് ദേഷ്യം ഇങ്ങനെ വരികയാണ്. ദേഷ്യം വന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പുവടി എടുത്തുകൊണ്ട് ആ ഒരു സ്ത്രീയെ അടിക്കുകയാണ് ഉണ്ടായത്. ആ അടിച്ച അടിയിൽ തല പൊട്ടി, എന്താ പറയുക, തലയുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരുന്ന അത്രയും ദേഷ്യത്തിൽ പല സ്ഥലത്തും, അതായത് ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്. അങ്ങനെ അടിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ അടിക്കുന്ന സമയത്തായിരുന്നു ഇവർ ഒച്ച വെച്ചതും അതുപോലെ തന്നെ ആളുകൾ ഈ ഒരു സൗണ്ട് കേട്ട് ഡോറിൽ തട്ടുന്നതൊക്കെ. ഇതൊന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ത്രീ നിലത്ത് വീണ് സൗണ്ട് നിന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതിന് ശേഷമാണ് അയ്യോ ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പെട്രോള് എടുത്ത് കയറ്റി സ്ത്രീയുടെ ദേഹത്തൊഴിച്ച് കത്തിക്കാനുണ്ടായത്. എന്നാൽ ഇതിൽ നിന്ന് താൻ എങ്ങനെ എസ്കേപ്പ് ആവും എന്നുള്ളൊരു ചിന്ത അവരതിന് ശേഷം ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് അവർ നേരെ റൂമിൽ പോയിട്ട് ഇതേപോലെ തന്നെ ഡോർ അടച്ചിട്ടിരിക്കുന്നത്. ഭർത്താവ് വരുന്ന സമയത്ത് ഡോറ് തുറക്കുമ്പോൾ ഡോർ ലോക്കായിരുന്നു എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ പോലീസുകാർ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ തന്നെ ഇവരാണ് കൊലപാതകം ചെയ്തതെന്ന് തെളിയിക്കുകയും ചെയ്തു. അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നികിത പറഞ്ഞ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അമ്മായിമ്മൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കാര്യമാക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമായിരുന്നു, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കണമായിരുന്നു. ഞാനതല്ല ചെയ്തത്, ഞാനതിനെ തിരിച്ച് പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അവസാനം എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അവരെ കൊന്നു കളഞ്ഞു. ഞാനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നികിത പറഞ്ഞത്. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഈ ഒരു സ്റ്റോറി കേട്ട് അക്ഷരാർത്ഥത്തിൽ നെയ്ബേഴ്സും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ഞെട്ടിപ്പോവാണ്. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടധികം വീടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കൊലപാതകം ചെയ്യാനും മാത്രമുള്ളൊരു, അതും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകം ചെയ്യാനും മാത്രമുള്ളൊരു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലല്ലോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ദീപകിൻ്റെയും അതുപോലെ തന്നെ രാംനിവാസിൻ്റെയും സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദീപകിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള തൻ്റെ ഭാര്യ തൻ്റെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ. രാംനിവാസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയെ തൻ്റെ മരുമകൾ കൊലപ്പെടുത്തിയിരിക്കുന്നു, പ്രഗ്നൻ്റായ മരുമകൾ. അപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു ഫാമിലിയുടേത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.